മെഫിബോശെത്ത് ചെന്നെത്തുന്നത്, കുടുംബവുമായിട്ട് എത്തുന്ന ഒരു സ്ഥലത്തിന്റെ പേര് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലോ ദെബാർ എന്ന സ്ഥലമാണ്. ലോ എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൽ അതിൻ്റെ അർത്ഥം ഇല്ല എന്നുള്ളതാണ്, നോ എന്നുള്ള, നിൽ എന്നുള്ള. ഈ ദെബാർ എന്ന് പറഞ്ഞാൽ തിങ് എന്ന് പറഞ്ഞാൽ നോ തിങ്, നത്തിങ്, ഒന്നുമില്ലാത്ത അവസ്ഥയുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ ഒന്നും ഇല്ല. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് രാജകൊട്ടാരത്തിൽ പിറന്ന് അവിടെ ജീവിച്ച മെഫിബോശെത്തിനും കുടുംബത്തിനും ചെന്നെത്തേണ്ടി വരുന്നത്. മെഫിബോശെത്തിനെ കൊട്ടാരത്തിലേക്ക് ദാവീദ് വിളിക്കപ്പെടുകയാണ് മെഫിബോശെത്ത്. ആ ഒരു ഇല്ലായ്മയുടെ അവസ്ഥയിൽ നിന്നും പഴയ പ്രതാപത്തിലേക്ക് ദൈവം തിരിച്ച് കൊണ്ടുവരികയാണ്. ഈ ഒരു സ്ക്രിപ്ചർ കുടുംബത്തെ ദൈവം തകർച്ചകളിൽ നിന്നും ആ ഒരു പുനർനിർമ്മാണം നടത്തും എന്നുള്ള സ്ക്രിപ്ചർ തന്നെയാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ലോ ദെബാർ എന്ന അവസ്ഥയായിരിക്കും. വിഷമിക്കേണ്ട, ദൈവം പൂർണ്ണമായിട്ട് നിങ്ങളെ പുനഃസ്ഥാപനം ചെയ്യുക തന്നെ ചെയ്യും. ചട്ടനെയും പൊട്ടനെയും ഒരു കൊട്ടാരത്തിലും ആദരിക്കാറില്ല. സാധാരണയായിട്ട് ഒരു കൊട്ടാരത്തിലെ തീന്മേശയിലേക്ക് ആരും ക്ഷണിക്കാറില്ല. പക്ഷേ ചട്ടനെയും പൊട്ടനെയും അനാഥനെയും വിധവയെയും മാനിക്കുന്നവനാണ്, മറക്കാത്തവനാണ് നമ്മളുടെ ദൈവം. നിങ്ങൾ ഓരോരുത്തരെയും അവന് മറക്കാൻ കഴിയുകയില്ല. അവനെങ്ങനെ നിങ്ങളെ മറക്കാൻ കഴിയും? കയ്യിൽ വരച്ച് വെച്ചിരിക്കുകയല്ലേ അവന് നിങ്ങളെ ഓരോരുത്തരെയും. അതുകൊണ്ട് ഈ ഒരു മെഫിബോശെത്തിന്റെ സ്ക്രിപ്ചർ നിങ്ങളെ എല്ലാവരെയും വിശ്വാസത്തിൽ നിലനിർത്താൻ സഹായിക്കട്ടെ. കുടുംബപരമായിട്ട് നിങ്ങൾ നേരിടുന്ന തകർച്ചകളിൽ നിന്ന് ദൈവം പൂർണ്ണമായിട്ട് പുനഃസ്ഥാപനം നടത്തുക തന്നെ ചെയ്യും. So come fall in love with Jesus and fall in love with the word of God.